ഹേ എവരിവൺ, ഈ സൺഡേ ഞാൻ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചൊരു സൺഡേ ആണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ കാണാൻ വേണ്ടി പോവാ. ആരാന്ന് വീഡിയോയിൽ കാണാം. ശനിയാഴ്ച രാത്രി ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ആ മഴ കണ്ടപ്പോൾ വിചാരിച്ച് എന്തായാലും ഞായറാഴ്ച ഇറങ്ങാൻ പറ്റില്ല, ഇത്തവണയും പ്ലാനെല്ലാം ഫ്ലോപ്പ് ആവുമെന്നാണ്. പക്ഷെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ മെട്രോ സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ നല്ല മഴയായി. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഓരോ മെട്രോയ്ക്കും ഓരോരോ പേരാണുള്ളത്. ഒന്നാം വല്ല സാൻസ്ക്രിറ്റ് നെയിംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ നദികളുടെ പേരാണ് ഓരോ മെട്രോ ട്രെയിനുകൾക്കും ഉണ്ടാവുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ. ഞങ്ങളിപ്പോൾ കണ്ടിട്ട് കുറച്ച് നാളായി. ഇതുപോലെ തന്നെ എല്ലാ വീക്കെൻഡും ഞങ്ങൾ പ്ലാൻ ചെയ്യും, കാണാം, അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോകാമെന്നൊക്കെ. പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ തൊട്ട് ഒന്നും കഴിക്കാണ്ടിരിക്കണോണ്ട് ആദ്യം തന്നെ നമുക്ക് വല്ലതും കഴിച്ചിട്ട് തുടങ്ങാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ കല്ലൂർ പോയി ഒരു മന്തി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതാണല്ലോ ഐശ്വര്യം. ഞാൻ എപ്പോഴും ഒരു നോർമൽ മന്തിയാണ് പ്രിഫർ ചെയ്യുക. എനിക്ക് അൽഫാം മന്തി, ഹണി ചിക്കൻ മന്തി അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. വൺസ് ട്രൈ ചെയ്യാന്നല്ലാതെ റിപ്പീറ്റ് ചെയ്ത് കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഈ നോർമൽ ടേസ്റ്റുള്ള ഈ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള മന്തിയാണ് ഇഷ്ടം. അയ്യോ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇതാണ് ശ്രീഷ. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇന്നും ഇന്നലെയും തൊട്ടല്ല, ഒരു 2ാം ക്ലാസ് തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കലൂർ ഒരു AJ ഹാളിൽ ഒരു ന്യൂ ചെന്നൈ ഷോപ്പിംഗ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പോ നടക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെടുത്താലും 169 റുപ്പീസാണ്. സത്യം പറയാലോ, നമുക്ക് പറ്റിയ സാധനങ്ങളൊന്നുമില്ല. അമ്മമാരൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം സാധനങ്ങൾ, പിന്നെ കുറച്ച് ഇരുമ്പിൻ്റെ ചട്ടികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് സലൂണിലേക്കാണ്. ഞാൻ ലൈഫിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഹെയർ സ്പാ. അപ്പോൾ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് അത് എങ്ങനെയാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ശ്രീഷ ചെയ്യാൻ പോകുന്നത് പെഡിക്യൂറാണ്. ഓൾ പെഡിക്യൂർ മുന്നേ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ സെൽഫ് കെയർ ആണല്ലോ ഏറ്റവും വലിയ കാര്യം. ഈ പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ അവർ നമ്മുടെ ഷോൾഡറൊക്കെ മസാജ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഹെഡ് ഫുൾ മസാജ് ചെയ്ത് തരും. പിന്നെ ഈ ഫോർ ഹെഡും കണ്ണും ഐബ്രോസൊക്കെ നല്ല ഭംഗിയിൽ മസാജ് ചെയ്ത് തരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ഉറക്കം വരും. അത് കഴിഞ്ഞ് അവരൊരു ഹീറ്റിൻ്റെ ഒരു സാധനമൊക്കെ വെച്ചു. എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട്. കുറച്ച് എക്സ്പെൻസീവ് പ്രൊസീജിയർ ആണെങ്കിലും കൊള്ളാം. പിന്നെ റിവ്യൂ പറയാനുള്ള സമയമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഇന്ന് ചെയ്തല്ലേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മുടിയൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. പെഡിക്യൂറൊക്കെ കഴിഞ്ഞ് കാലൊക്കെ അടിപൊളിയായിട്ട് മറ്റാൾ എന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഇത് കഴിയാൻ വേണ്ടി കുറച്ച് സമയം എടുത്തേ. പക്ഷെ മൊത്തത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കൊരു സാറ്റിസ്ഫൈഡ് ആൻഡ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മഴ ദിവസമായിരുന്നുവെങ്കിലും ഞങ്ങൾ അധികം നനയൊന്നും ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് മഴയെന്നൊക്കെ കഴിച്ചലായി. അങ്ങനെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു. എനിക്കാണെങ്കിലോ വീക്കെൻഡ് വീട്ടിൽ പോയി വന്ന പോലത്തെ ഒരു ഫീലിങ്ങും കിട്ടി. എപ്പോഴും കാണണമെന്നില്ലെങ്കിലും നമ്മൾ തമ്മിലൊരു ബോണ്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഷുഗറും വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോന്നു. ബൈ.